നമസ്കാരം. ഈ ലക്കത്തില് എൻ്റെ കഥകളിൽ ഒരു കഥ കേൾക്കാം. അധ്യാപികമാരുടെ ആഡംബരം. ഈ കഥ നടക്കുന്നത് ഏകദേശം 40 വർഷം മുമ്പ്, 4 ദശകം മുൻപ്. അന്നത്തെ നമ്മുടെ എല്ലാ വീടുകളിലും ലാളിത്യം നിറഞ്ഞു നിന്നിരുന്നു ജീവിതത്തിൽ. അന്ന് നമ്മുടെ വീടുകളിൽ ടെലിവിഷൻ ഇല്ല, AC ഇല്ല, പല വീടുകളിലും ഫ്രിഡ്ജില്ല, വീടിന് മുമ്പിൽ വാഹനങ്ങളില്ല, ഒരു സൈക്കിളോ ഒരു സ്കൂട്ടറോ. അന്നത്തെ പണക്കാര് അവരുടെ പണം പ്രകടമാക്കുന്നത് എങ്ങനെയാണ്? ധാരാളം വസ്തു വാങ്ങിയാണ്. 4 ഏക്കർ, 5 ഏക്കർ, 3.5 ഏക്കർ, 2 ഏക്കർ. അന്ന് വീട്ടിലെ ആഡംബരത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടം. ചക്കയ്ക്കും ചീനിക്കും മാങ്ങയ്ക്കും ചേനയ്ക്കും ചേമ്പിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാധാന്യം കൊടുത്ത് നല്ല ആഹാരം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അന്ന് ഇന്നത്തെ പോലെ എല്ലാ വീടുകളിലും കാറില്ല, എല്ലാ കവലകളിലും ടാക്സി ഓടാനില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള ദാരിദ്ര്യമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. അങ്ങനത്തെ ഒരു സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു കാലഘട്ടത്തിലെ കഥയാണിത്. ഇങ്ങ് തെക്കൻ മേഖലയിൽ നിന്ന്, തിരുവിതാംകൂറിൻ്റെ തെക്കൻ മേഖലയിൽ നിന്ന് വിദ്യാസമ്പന്നരായ പോസ്റ്റ് ഗ്രാജുവേറ്റും BEd ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്കായി കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായ ആലുവായ്ക്ക് അടുത്തുള്ള ഒരു സ്കൂളിൽ ജോലിക്ക് പോയ കുറെ തെക്കൻ തിരുവിതാംകൂറിലെ അധ്യാപികമാരുടെ അനുഭവ കഥ. ഈ കഥ എൻ്റെ ഭാര്യ ജെയ്സിയാണ് അവതരിപ്പിക്കുന്നത്. കഥയിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്, അധ്യാപികമാരുണ്ട്. അവരിൽ ഒരു കഥാപാത്രം എൻ്റെ ഭാര്യയാണ്. കഥ അധ്യാപികമാരുടെ ആഡംബരം. നഗരത്തിനടുത്തുള്ള ഗ്രാമത്തിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ. അവിടെ കുറെ അവിവാഹിതരായ അധ്യാപികമാർ. റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂൾ ആയതിനാൽ പുരുഷ അധ്യാപകർക്ക് നിയമനത്തിൽ നിരോധനം. ഒരു മുറിയിൽ 3-4 അധ്യാപികമാർ ഒരുമിച്ച് കഴിയുന്നു. എല്ലാവരും ഇടത്തരം വീട്ടിൽ നിന്നുള്ളവർ. ആരും ജീവിതമാർഗം അന്വേഷിച്ചെത്തിയതല്ല ഇവിടെ. ടീച്ചിങ് എക്സ്പീരിയൻസ് അത്രമാത്രം. പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർക്ക് അവസ്ഥ അന്നും ഇന്നത്തെ പോലെ. രാവിലെയും വൈകിട്ടും ബോർഡിങ്ങിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണം. രാവിലെ 10 മുതൽ 4 മണി വരെ റെഗുലർ ക്ലാസ്. പിഴിഞ്ഞ് സത്തെല്ലാം എടുക്കും. പ്രതിമാസം 750 രൂപ ശമ്പളം. ട്യൂഷൻ എടുക്കുന്നവർക്ക് ശമ്പളത്തേക്കാൾ ഏറെ കിട്ടും എന്നതാണ് മെച്ചം. വർഷത്തിൽ 1-2 തവണ 20 കിലോമീറ്റർ അകലെയുള്ള സിറ്റിയിൽ പോയി 1-2 സാരി വാങ്ങും. നല്ല ബംഗാൾ കോട്ടൺ സാരി 200 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഒരു ഹോട്ടലിൽ കയറും. പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കും. ചിക്കൻ കറിക്ക് വില ചോദിക്കും. താങ്ങാവുന്നതല്ലെങ്കിൽ 2 കറി വാങ്ങി 4 പേർ കൂടി ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ഒരു ബിരിയാണി. പൈസയുണ്ടെങ്കിൽ 10 രൂപയുടെ ഒരു ഐസ്ക്രീം കൂടി. ഇതാണ് ഇവരുടെ ജീവിതത്തിലെ ഏക ആഡംബരം. ബോർഡിങ്ങിലെ സ്ഥിരമായ ഭക്ഷണത്തിൽ നിന്നൊരു മാറ്റം. അതിനാണ് ഹോട്ടലിൽ കയറ്റം. വീട്ടിൽ പോക്ക് 5-6 ദിവസം അവധി കിട്ടുമ്പോൾ മാത്രം. അതായത് ഒരു അക്കാദമിക് വർഷത്തിൽ 4-5 തവണ മാത്രം. ഒരു മുറിയിലെ കൂട്ടുകാരികളെല്ലാം കൂടി ഷോപ്പിംഗ് കഴിഞ്ഞ് സ്കൂളിന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് സ്കൂളിന്റെ ലൊക്കേഷൻ. അതുവഴി ബസ് മണിക്കൂറിൽ 1 ഉള്ളൂ. ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ സൂര്യാസ്തമയം കഴിഞ്ഞു. ഇരുട്ട് പരന്നു തുടങ്ങി. ഉത്തരേന്ത്യയിലെ മഞ്ഞുകാലം. കേരളത്തിൽ സന്ധ്യ നേരത്തെ എത്തുന്ന മാസം. സായം സന്ധ്യ മുതൽ പ്രഭാതം വരെ പ്രകൃതിയെ കുളിരണിയിക്കുന്ന കേരളത്തിന്റെ നല്ല മാസമായ വിന്റർ കാലം. ഈ റൂട്ടിലൂടെയുള്ള അന്നത്തെ ബസ് സർവീസ് നിന്നു. ഇരുട്ട് പരന്നതിനാൽ അധ്യാപികമാർക്ക് പതിവ് പോലെ നടന്നു പോകാൻ ഒരു ഭയം. അവരിൽ ഒരാൾ ശോഭ തൻ്റെ അടുത്തോടെ പറഞ്ഞു, നമുക്ക് ഓട്ടോ പിടിച്ചു പോകാം. തങ്കമണിയും ലതികയും ഡെയ്സിയും ശോഭയെ തുറച്ചു നോക്കി. റിട്ടേൺ ട്രിപ്പ് ഇല്ലാത്തതിനാൽ ഓട്ടോക്കാരൻ സന്ധ്യ കഴിഞ്ഞാൽ ഇരട്ടി തുക വാങ്ങും. 30 രൂപ നൽകണം. ഒരാൾക്ക് 8 രൂപയോളമാകും ചെലവ്. കൂട്ടുകാരുടെ കണക്കുകൂട്ടൽ മനസ്സിലാക്കി ശോഭ ഫിലോസഫി അഴിച്ചുവിട്ടു. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? നമുക്ക് സുഖമായി ജീവിക്കാനല്ലേ. 8 രൂപ മുടക്കി ഓട്ടോ പിടിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല.
നമ്മൾ സാധാരണ നടക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് റിസ്ക് എടുക്കണോ? ശോഭയുടെ തത്വശാസ്ത്രത്തിൽ MA ബിഎഡുകാരിയും MSc ബിഎഡുകാരിയും MPhilകാരിയും വീണു. 4 പേരും കൂടി ഒരു ഓട്ടോയിൽ ഇടിച്ചു കയറി. അവരെയും വഹിച്ചുകൊണ്ട് ആ പഴഞ്ചൻ ഓട്ടോ നിറയെ ഗട്ടറുകളുള്ള മെറ്റലുകൾ യുദ്ധക്കളം പോലെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ ഗ്രാമീണ റോഡിലൂടെ ആടി ഉലഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ഒരു ആഡംബര യാത്രയായിരുന്നു അത്. ആ സവാരിക്ക് ഇപ്പോൾ 30 വയസ്സായെങ്കിലും 55നോടടുത്ത അധ്യാപികമാരിൽ അതൊരു ആഡംബര യാത്രയായി ഇപ്പോഴും പച്ചപിടിച്ച് കിടക്കുന്നു.